ഇറാൻ ഇസ്രയേൽ യുദ്ധം കൊടുമ്പിരിക്കൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ മാധ്യമപ്രവർത്തകരുടെ തള്ള് സഹിക്കാൻ മേലാഞ്ഞിട്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യേണ്ടി വരുന്നത്. പലപ്പോഴും ഇറാൻ്റെ 7 അയലത്ത് പോലും പോയിട്ടില്ലാത്തവരാണ് മിക്കവാറും ഇറാനെക്കുറിച്ചും ഇസ്രായേലിനെ കുറിച്ചും പാലസ്തീനെ കുറിച്ചൊക്കെ വാദൗരാതെ വീമ്പിളിക്കുന്നത്. ഇറാനിൽ പോയി പരിചയം ഉണ്ട് എന്നത് ഞാനൊരു അഹങ്കാരമായി കാണുന്നില്ല. ഗൾഫ് കൺട്രീസിൽ പോയൊരു അനുഭവം എനിക്കുണ്ട്. ദുബായിൽ പൊതുവെ നമ്മൾ ഈ ദുബായിലൊക്കെ പോയിട്ട് വിസയിലാണ് പൊതുവെ ആൾക്കാർ പോകാറ്. അപ്പോൾ ജോലിക്ക് തേടി പോകുമ്പോൾ വിസ ചേഞ്ച് ചെയ്യാനായിട്ട് ഈസിയസ്റ്റ് ആയിട്ടുള്ള അടുത്ത രാജ്യത്ത് ഇന്ത്യ വരാണ്ട് തൊട്ടടുത്ത് രാജ്യത്ത് പോയി വരുന്ന ഒരു ശീലം പണ്ട് മുതൽക്കേ ഉള്ളതാണ്. അങ്ങനെ ഇറാൻ്റെ 2 ഐലൻഡ്സ് ഉണ്ട്, കിഷ് ആൻഡ് കെഷ്. ഈ 2 ഐലൻഡിൽ ഞാൻ പോയിട്ടുണ്ട്. പലരും ഇറാനിൽ പോയിട്ടൊക്കെ വിസ ചേഞ്ച് ചെയ്തവരാണ്. അതായത് നമ്മൾ എക്സിറ്റ് അടിക്കണം, എന്നാലേ പുതിയ വിസ ജോബ് വിസ ആയാലും അടുത്ത വിസ ആയാലും ഇന്ത്യയിൽ വരുന്നതിനേക്കാളും ചിലവ് കുറവാണ്. 500 ദിർഹം ഉണ്ടെങ്കിൽ നമുക്ക് ഈ ദുബായിൽ നിന്ന് അല്ലെങ്കിൽ ഷാർജയിൽ നിന്ന് ഇറാനിൽ പോയിട്ട് അവിടെ 2 ദിവസം സ്റ്റേ ചെയ്ത് തിരികെ വരാം. ഒരു 450 ദിർഹം ഉണ്ടായിരുന്നുള്ളൂ. 500 രൂപയ്ക്കകത്ത് മതി. അതേസമയം നമ്മൾ ഇന്ത്യയിൽ വന്നു പോകണമെങ്കിൽ അത് 2000 ദിർഹമാവും. ഈ 2000 ദിർഹം എന്ന് പറയുമ്പോൾ 2000 ഇൻറ്റു 20. അപ്പം ഈ ഒരു പൈസ ലാഭിക്കാനും സമയം ലാഭിക്കാനും വേണ്ടി നോർമലി ചെയ്യുന്നവരാണ്. അങ്ങനെ പലരും ഇറാനിൽ ജസ്റ്റ് പോയി വരുന്നവരുണ്ട്. കാരണം വിസയും കൊണ്ട് പോയിട്ട് പാസ്പോർട്ടിൽ എക്സിറ്റ് എൻട്രി അടിച്ച് പെട്ടെന്ന് വേഗം 1 മണിക്കൂർ പോയി ഇരുന്ന് തിരിച്ചു വരുന്നവരുണ്ട്. അവിടെ സ്റ്റേ ചെയ്തിട്ട് ഇവിടെ നിന്ന് പിന്നെ വിസ അവിടെ നിന്ന് ഫാക്സ് ചെയ്ത് അങ്ങനെ വരുന്ന അനുഭവമൊക്കെ ഉണ്ട്. അപ്പോൾ ഈ അനുഭവങ്ങളിലൊക്കെ കടന്നു പോയിട്ടുള്ളൊരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ ഇറാനിയൻ സിറ്റിസൺസും അവിടുത്തെ കാലാവസ്ഥയും അവിടുത്തെ രീതിയുമൊക്കെ ഒരു പരിധിവരെ അറിയാം എന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യേണ്ടി വന്നത്. ആരാണ് ഇറാൻകാർ അല്ലെങ്കിൽ ആരാണ് ഇസ്രയേലുകാർ, പാലസ്തീൻ? ആ ഒരു ചെറിയ ചരിത്ര പശ്ചാത്തലത്തിലൂടെ പോകുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. അബ്രഹാം എന്ന പിതാമഹൻ്റെ ചെറുമക്കളുടെ മക്കളിലാണ് ഇപ്പോൾ ഓൾറെഡി ഈ പറയുന്ന രാജ്യങ്ങളിലുള്ളത്. അതിപ്പോൾ ഇറാനിലായാലും ഇസ്രയേലായാലും പാലസ്തീനിലായാലും ഇതെല്ലാം ഒരേ ഒരു മുതുമുത്തച്ഛൻ്റെ ചെറുമക്കളുടെ തലമുറകൾ തമ്മിലുള്ള യുദ്ധമാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. എബ്രഹാമിന് 3 ഭാര്യമാരുണ്ടായിരുന്നു. ആദ്യത്തെ ഭാര്യ സാറായിലുണ്ടായതാണ് യാക്കോബ്. യാക്കോബല്ല, ഇസ്ഹാക്കിൻ്റെ മകനാണ് യാക്കോബ്. യാക്കോബിൻ്റെ ഫാമിലിനെയാണ് ഇസ്രയേൽ എന്ന ഒരു വിഭാഗമായി മാറിയത്. ഒരിക്കൽ കൂടി പറയാം, എബ്രഹാമിന് 3 ഭാര്യമാരുണ്ടായിരുന്നു. ആദ്യത്തെ ഭാര്യയുടെ പേര് സാറ മരിച്ചതിന് ശേഷമാണ് ഖത്തൂറ എന്നൊരു സ്ത്രീയെ കല്യാണം കഴിക്കുന്നത്. ഖത്തൂറയിലുണ്ടായ സന്താന പരമ്പരയാണ് റഷ്യ, മേശക്, മോസ്കോ എന്നൊക്കെ പറയുന്ന പഴയ നിയമങ്ങളിലൊക്കെ പറയുന്ന മേശക്, മോസ്കോയിൽ താമസിക്കുന്നത് ഈ അബ്രഹാമിൻ്റെ 3ാമത്തെ ഭാര്യ ഖത്തൂറയിലെ മക്കളുടെ പരമ്പരകളാണ് റഷ്യയിൽ താമസിക്കുന്നത്. അതുപോലെ ഈ ഇറാൻ എന്ന് പറയുന്നത് അബ്രഹാമിൻ്റെ മകനായ, അതായത് ഹാഗാർ എന്ന് പറയും. മുസ്ലിങ്ങൾ ഹാജറ എന്ന് പറയും, ക്രിസ്ത്യൻസ് ഹാഗാർ എന്ന് പറയും. ഹാഗാറിലുണ്ടായ ഇസ്മയിൽ, അതായത് ദാസിയിലുണ്ടായ മകൻ്റെ സന്താന പരമ്പരകളാണ് ഇറാനിൽ സ്പ്രെഡായി കിടക്കുന്നത്. ഇറാനിലും ഈ പറയുന്ന ഇസ്രയേലിലും പാലസ്തീനിലൊക്കെ. പക്ഷേ ഈ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ ഇസ്മയിലിൻ്റെ സന്താന പരമ്പരകളാണ് മുസ്ലിം വിഭാഗത്തിലേക്ക് നോർമലി കൺവേർട്ട് ചെയ്ത് പോയത്. ഈ യാക്കോബിൻ്റെ മക്കൾ, അതായത് എബ്രഹാമിൻ്റെ മകൻ ഇസ്ഹാക്കിൻ്റെ മകൻ യാക്കോബിൻ്റെ ജേക്കബിൻ്റെ മക്കളും ആണ് ഈ ജൂതന്മാർ. ഇതിൽ നിന്നാണ് യേശുക്രിസ്തു വരികയും പിന്നെ അത് ക്രിസ്ത്യാനിറ്റി രൂപപ്പെടുകയും ചെയ്തത്. അപ്പം ആദ്യമേ ഉള്ളത് എന്ന് വെച്ചാൽ ജ്യൂസിൽ നിന്നാണ് ക്രിസ്ത്യാനിറ്റി വന്നു. ക്രിസ്ത്യാനിറ്റിക്ക് ശേഷം 700 വർഷങ്ങൾക്ക് ഇപ്പുറമാണ് ഇസ്ലാമിസം ഉണ്ടായത്, ഇസ്ലാം മതം ഉണ്ടാകുന്നത്. അപ്പോൾ ഒരു അപ്പൻ്റെ മക്കൾ തമ്മിലുള്ള അടിയാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിന് ഒരുപാട് വേർഷൻസ് ഉണ്ട്. ഇപ്പോൾ ബിബ്ലിക്കൽ വേർഷനുണ്ട്, ഖുറാനിക് വേർഷനുണ്ട്. ജൂതന്മാരുടെ വിശുദ്ധ ഗ്രന്ഥമാണ് തോറ. അതുപോലെ ക്രിസ്ത്യാനികളുടെ വിശുദ്ധ ഗ്രന്ഥമാണ് ബൈബിള്. പിന്നെ ഈ മുസ്ലിങ്ങളുടെ വിശുദ്ധ ഗ്രന്ഥമാണ് ഖുറാൻ. അപ്പോൾ
തൗറാത്തും തോറയും ബൈബിളും കൂടെ ചേർന്നിട്ടുള്ളതാണ് ക്രിസ്ത്യാനികളുടെ പുസ്തകം. തോറ എന്ന് പറയുന്നത് ജൂതന്മാരുടെ പുസ്തകം. അതൊക്കെ ഒരു കണ്ടിന്യൂഷനാണ്. പിന്നെ ഖുർആനും ഈ പറഞ്ഞൊരു കണ്ടിന്യൂഷനുണ്ട്. പിന്നെ ഖുർആനിലെ ചില കാര്യങ്ങൾ ബൈബിളിക്കലി ഉള്ള കാര്യങ്ങൾ ഇപ്പുറത്തോട്ട് വരുമ്പോൾ ചില വ്യത്യാസങ്ങൾ ചില കാണപ്പെടുന്നുണ്ട്. അതൊരു വേറൊരു കഥയാണ്. അതിന് നമുക്ക് പിന്നെ മറ്റൊരു ഡിസ്കഷനിൽ അത് ഉൾപ്പെടുത്താം. അപ്പോൾ ഒരു അപ്പൻ്റെ മക്കളുടെ മക്കൾ തമ്മിലുള്ള കൂട്ട അടിയാണ് ഈ പറയുന്ന ഇസ്രയേൽ ഇറാൻ പാലസ്തീൻ യുദ്ധങ്ങൾ. നമ്മുടെ ഇന്നത്തെ ഈ വിഷയം നമുക്ക് ഈ പോയിന്റ് ചെയ്യുന്നത് ഇറാനെക്കുറിച്ച് നമുക്കൊന്ന് അറിഞ്ഞു വരാം എന്ന് വേണ്ടിയിട്ടാണ്. ഇറാനും കേരളവും തമ്മിൽ, ഇന്ത്യയും തമ്മിലൊരു ബന്ധമുണ്ട്. ആ ഒരു ബന്ധത്തിലേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകാൻ വേണ്ടിയാണ് ഈ ഒരു എപ്പിസോഡ് ഞാൻ ചെയ്യുന്നത്. നമ്മുടെ 1970-കളിൽ ഇറാനിൽ ഇസ്ലാമിക വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ടു. അപ്പോൾ അവിടെയുള്ള എല്ലാവരും പലായനം ചെയ്യണം, അല്ലാത്ത പക്ഷം അവർ കൊല്ലും എന്ന കണ്ടീഷനിൽ ഒരുപാട് പേര് ഇറാൻ ഉപേക്ഷിച്ച് ഇന്ത്യയിലും പല രാജ്യങ്ങളിലും കുടിയേറി പാർത്തു. നമ്മുടെ ഡൽഹിയിലുള്ള ലോട്ടസ് ടെമ്പിൾ ഇറാനിൽ നിന്ന് വന്ന ഒരു കൂട്ടം ആൾക്കാർ, ബഹായികൾ എന്ന് പറയും, അതായത് മുഹമ്മദിന് ശേഷം ഉണ്ടായി എന്ന് പറയപ്പെടുന്ന ബഹാഉള്ളയുടെ പിൻഗാമികളാണ്, അനുയായികളാണ് ഈ പറയുന്ന ബഹായികൾ. അവർ സ്ഥാപിച്ചതാണ് ഡൽഹിയിലെ താമരക്ഷേത്രം, ലോട്ടസ് ടെമ്പിൾ. നമ്മുടെ തിരുവനന്തപുരത്ത്, കേരളത്തിന് തിരുവനന്തപുരത്തെ തലസ്ഥാനത്ത് ഇടപ്പഴിഞ്ഞിയിലും ബഹായികൾക്കൊരു സെൻ്ററുണ്ട്, ബഹായി സെൻ്റർ. അതുപോലെ കൊച്ചിയിലെ ഇടപ്പള്ളിയിലും ബഹായികൾക്കൊരു സെൻ്ററുണ്ട്. അപ്പം അങ്ങനെ ഇറാനിൽ നിന്ന് ഒളിച്ചോടി എന്നതല്ല, ഇറാനിൽ നിന്ന് അവിടെ നിന്ന് പിന്നെ കുടിയേറി പാർത്ത ഒരുപാട് ഇറാനിയൻസ് കേരളത്തിലും ഇന്ത്യയിലും ലോകം മുഴുവൻ എങ്ങനെ സ്പ്രെഡായിട്ടുണ്ട്. പണ്ട് ജൂതന്മാർ സ്പ്രെഡായതുപോലെ ഇസ്ലാമിക വിപ്ലവത്തിൻ്റെ അവിടെ നിന്ന് ജീവൻ കൊണ്ട് ഓടിയ ഒരുപാട് ഇറാനിയൻ സഹോദരങ്ങൾ നമ്മുടെ ഇന്ത്യയിലും കേരളത്തിലുമുണ്ട്. ഒപ്പം ഈ പറയുന്നത് പോലെ ഇറാനിൽ മുസ്ലിങ്ങൾ മാത്രമല്ല, അവിടെ ക്രിസ്ത്യാനികളും ന്യൂനപക്ഷമായ ക്രിസ്ത്യാനികളും ഉണ്ട്. യസീദികൾ കൊല്ലപ്പെടുന്നു എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ. അപ്പോൾ ഇതൊക്കെ ഓരോരോ ജാതി വ്യവസ്ഥകളാണ്. പക്ഷേ സംഭവം ഇതാണ്, ഒരു അപ്പൻ്റെ, അബ്രഹാം എന്ന അപ്പൻ്റെ മക്കൾ തമ്മിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുള്ള യുദ്ധങ്ങളും വിശ്വാസത്തിൻ്റെ പേരിലുള്ള യുദ്ധങ്ങളൊക്കെയാണ് നടക്കുന്നത്. ഇതിനെ അവർ ഗ്രന്ഥങ്ങളുമായി കൂട്ടിക്കിണയ്ക്കുന്നു. യേശുവിൻ്റെ രണ്ടാം വരവും മഹ്ദി, അതായത് പ്രവാചകൻ മഷിഹ വരണമെന്ന കാത്തിരിപ്പ് ഈ 3 പേരും എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ജൂതന്മാർ പറയുന്നത് അവർ മഷിഹയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നു, പിന്നെ ക്രിസ്ത്യാനികൾ യേശുവിൻ്റെ രണ്ടാം വരവിനായി കാത്തിരിക്കുന്നു. അതുപോലെ മുസ്ലിങ്ങളും ഈസാ നബി യേശുവിൻ്റെ രണ്ടാം വരവിനായി കാത്തിരിക്കുന്നു. യേശുവിനെ ജൂതന്മാർ അംഗീകരിച്ചിട്ടില്ല. യേശു ക്രിസ്തുവിനെ അവർ ഒരു കള്ളനായിട്ടാണ് കണക്കാക്കുന്നത്. കാരണം കള്ളപ്രവാചകനായിട്ടാണ്, ദൈവപുത്രൻ എന്ന് പറഞ്ഞതുകൊണ്ടാണ് ക്രൂശിക്കപ്പെട്ടതെന്ന്. ക്രൂശിച്ച് 3-ാം നാൾ ഉയർത്തെഴുതിട്ടില്ല. ക്രൂശിച്ച ഉടൻ തന്നെ മൃതശരീരം അവിടെ നിന്ന് എടുത്ത് മാറ്റുകയും അങ്ങനെ അത് നഷ്ടപ്പെടുകയും പിന്നെ അതൊരു ഈ പറയുന്ന ഒരു കള്ള കഥയാണെന്ന് ഇന്നും വിശ്വസിച്ചു പോരുന്നവരാണ് ജൂതന്മാർ. മോശയാണ് അവരുടെ പ്രവാചകൻ. അവരുടെ മശിഹയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നു, അതിനുള്ള തയ്യാറെടുപ്പോടെയാണ് കാത്തിരിക്കുന്നത്. ഒരുപാട് റിലേറ്റഡ് കാര്യങ്ങൾ അതിലുണ്ട്. നമുക്ക് തൽക്കാലം ഇറാനിലേക്ക് ഒന്ന് ഓടിച്ചു നോക്കി വരാം. നാഗരികതയുടെ കളിത്തൊട്ടിലായ ഇറാനിൽ ലോവർ പാലിയോലിത്തിക് കാലം മുതൽ ജനവാസമുണ്ട്. BC 7-ാം നൂറ്റാണ്ടിൽ സൈക്സാരസിൻ്റെ കീഴിൽ മേദ്യർ ഒരു രാഷ്ട്രീയ അസ്തിത്വമായി ഇറാൻ്റെ വലിയൊരു ഭാഗം ആദ്യമായി ഏകീകരിച്ചു. BC 6-ാം നൂറ്റാണ്ടിൽ മഹാനായ സൈറസ് അഖീമെനിഡ് സാമ്രാജ്യം സ്ഥാപിച്ചപ്പോൾ അതിൻ്റെ പ്രാദേശിക ഉന്നതിയിലെത്തി. BC 4-ാം നൂറ്റാണ്ടിൽ മഹാനായ അലക്സാണ്ടർ സാമ്രാജ്യം കീഴടക്കി. BC 3-ാം നൂറ്റാണ്ടിൽ ഒരു ഇറാനിയൻ കലാപം പാർത്തിയൻ സാമ്രാജ്യം സ്ഥാപിച്ചു. അത് പിന്നീട് രാജ്യത്തെ മോചിപ്പിച്ചു. AD 3-ാം നൂറ്റാണ്ടിൽ പാർത്തിയന്മാരുടെ പിൻഗാമിയായി സെനാസിയൻ സാമ്രാജ്യം അധികാരത്തിലെത്തി. ഇറാനിയൻ നാഗരികതയുടെ ചരിത്രത്തിലെ സുവർണ കാലഘട്ടമായി ഈ കാലഘട്ടം കണക്കാക്കപ്പെട്ടു. എഴുത്ത്, കൃഷി, നഗരവൽക്കരണം, മതം, ഭരണം എന്നിവയുടെ ആദ്യകാല വികസനങ്ങളിൽ ചിലത് പുരാതന ഇറാൻ കണ്ടു. ഒരു കാലത്ത് സൊറാസ്ട്രിയനിസത്തിൻ്റെ കേന്ദ്രമായിരുന്ന മുസ്ലിങ്ങൾ AD 7-ാം നൂറ്റാണ്ടിൽ ഈ പ്രദേശം കീഴടക്കി. ഇത് ഇറാൻ്റെ ഇസ്ലാമിക വൽക്കരണത്തിലേക്ക് നയിച്ചു. സസാനിയൻ കാലഘട്ടത്തിൽ വികസിച്ച സാഹിത്യം, തത്വചിന്ത, ഗണിതം, വൈദ്യം, ജ്യോതിശാസ്ത്രം, കല എന്നിവ ഇസ്ലാമിക സുവർണ കാലഘട്ടത്തിലും ഇറാനിയൻ മെസ്സോയിലും പുതുക്കപ്പെട്ടു. ഇറാനിയൻ മുസ്ലിം രാജവംശങ്ങളുടെ ഒരു പരമ്പര അറബ് ഭരണം അവസാനിപ്പിച്ച് പെർഷ്യൻ ഭാഷയെ പുനരുജ്ജീവിപ്പിച്ച് രാജ്യം ഭരിച്ചു.
ഈ കാലഘട്ടത്തെ തുടർന്ന് 11 മുതൽ 14 വരെ നൂറ്റാണ്ടുകളിൽ സെൽജുക്, ഖ്വാരസ്മിയൻ, മംഗോളിയൻ അധിനിവേശങ്ങൾ, ത്രിമൂഡ്, നവോത്ഥാനം എന്നിവയുണ്ടായി. 16-ാം നൂറ്റാണ്ടിൽ തദ്ദേശീയരായ സഫാവിദ് രാജവംശം 12 ഷിയ ഇസ്ലാം ഔദ്യോഗിക മതമാക്കി ഒരു ഏകീകൃത ഇറാനിയൻ രാഷ്ട്രം പുനഃസ്ഥാപിച്ചു. 18-ാം നൂറ്റാണ്ടിലെ അഫ്ഷാരിദ് സാമ്രാജ്യകാലത്ത് ഇറാൻ ഒരു പ്രമുഖ ലോകശക്തിയായിരുന്നു. എന്നാൽ 1790-കളിൽ ഖജാറുകൾ അധികാരമേറ്റതിനു ശേഷം ഇത് നിലനിന്നില്ല. 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ പേർഷ്യൻ ഭരണഘടനാ വിപ്ലവവും 1925-ൽ അവസാന ഖജാർ ഷായി പുറത്താക്കിയ റസ ഷാ പെഹ്ലവി രാജവംശം സ്ഥാപിച്ചതും കണ്ടു. എണ്ണ വ്യവസായം ദേശസാൽക്കരിക്കാനുള്ള മുഹമ്മദ് മൊസാദെഗിൻ്റെ ശ്രമങ്ങൾ 1953-ലൊരു ആംഗ്ലോ അമേരിക്കൻ അട്ടിമറിയിലേക്ക് നയിച്ചു. ഇറാനിയൻ വിപ്ലവത്തിന് ശേഷം 1979-ൽ രാജവാഴ്ച അട്ടിമറിക്കപ്പെടുകയും രാജ്യത്തിൻ്റെ ആദ്യത്തെ പരമോന്നത നേതാവായി മാറിയ റുഹോള ഖൊമേനി ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ സ്ഥാപിക്കുകയും ചെയ്തു. 1980-ൽ ഇറാഖ് ഇറാനെ ആക്രമിച്ചു. 8 വർഷം നീണ്ടുനിന്ന ഇറാൻ-ഇറാഖ് യുദ്ധം അത് ഒരു സ്തംഭനാവസ്ഥയിൽ അവസാനിച്ചു. ഒരു ഏകീകൃത ഇസ്ലാമിക റിപ്പബ്ലിക്കായിട്ടാണ് ഇറാൻ ഔദ്യോഗികമായി ഭരിക്കുന്നത്. ഒരു പ്രസിഡൻഷ്യൽ സംവിധാനവും പരമോന്നത നേതാവിൽ ആത്യന്തിക അധികാരവും നിക്ഷിപ്തമാണ്. സർക്കാർ സ്വേച്ഛാധിപത്യപരമാണ്. മനുഷ്യാവകാശങ്ങളുടെയും പൗര സ്വാതന്ത്ര്യങ്ങളുടെയും ലംഘനങ്ങൾക്ക് വ്യാപകമായ വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുണ്ട്. ലോകത്തിലെ 2ാമത്തെ വലിയ പ്രകൃതിവാതക വിതരണം, 3ാമത്തെ വലിയ തെളിയിക്കപ്പെട്ട എണ്ണശേഖരം, അതിൻ്റെ ഭൗമരാഷ്ട്രീയമായി പ്രാധാന്യമുള്ള സ്ഥാനം, സൈനിക കഴിവുകൾ, സാംസ്കാരിക മേധാവിത്വം, പ്രാദേശിക സ്വാധീനം, ഷിയ ഇസ്ലാമിൻ്റെ ലോകത്തിലെ കേന്ദ്രബിന്ദു എന്ന പങ്ക് എന്നിവയുൾപ്പെടെ ഫോസിൽ ഇന്ധനങ്ങളുടെ വലിയ ശേഖരം കാരണം ഇറാൻ ഒരു പ്രധാന പ്രാദേശിക ശക്തിയാണ്. PPPയുടെ കണക്കനുസരിച്ച് ഇറാനിയൻ സമ്പദ്വ്യവസ്ഥ ലോകത്തിലെ 23ാമത്തെ വലിയ രാജ്യമാണ്. ഐക്യരാഷ്ട്രസഭ, OIC, OPEC, ICO എന്നിവയുടെ സ്ഥാപക അംഗവും NAM, SCO, ബ്രിക്സ് എന്നിവയുടെ നിലവിലെ അംഗവുമാണ് ഇറാൻ. ലോകത്തിലെ 10ാമത്തെ ഉയർന്നതും അദൃശ്യമായ സാംസ്കാരിക പൈതൃകത്തിൽ അല്ലെങ്കിൽ മനുഷ്യ നിധികളിൽ 5ാം സ്ഥാനത്തുള്ളതുമായ 28 യുനെസ്കോ ലോക പൈതൃക സ്ഥാനങ്ങളുടെ ആസ്ഥാനമാണ് ഇറാൻ. ഇത് ഇറാനിയൻ കറൻസിയാണ്. 500 ഫിൽസാണിത്. ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ, ബാങ്ക് മർക്കാസി ഇറാൻ, 500 റിയാലാണ്. ഇതിനെ അവർ നാട്ടുകാർ തൂമാൻ എന്നാണ് പറയുക. നാട്ടുകാർ തൂമാൻ എന്ന് പറയും. റിയാലാണെങ്കിലും അവർ നാട്ടുകാർ പറയുന്നത് തൂമാൻ എന്നാണ്. നമ്മൾ ഈ 500 ആണെങ്കിൽ ഇതിന് വലിയ വിലയൊന്നുമില്ല. നമ്മൾ അവിടെ ഈ 500 ഫിൽസ് കൊടുത്താൽ ഒരു ചായക്ക് 500 ഫിൽസ് കൊടുക്കണം. അതായത് നമ്മുടെ നാട്ടിൽ 500 അല്ല, അവിടുത്തെ 500 രൂപ കൊടുത്താലേ ഒരു ചായ കുടിക്കാൻ പറ്റും. അതുപോലെ 2000-ൻ്റെ നോട്ടാണിത് അവിടുത്തെ. ഇത് ഞാൻ ഇറാനിൽ 2000-ൽ പോയപ്പോൾ അന്ന് വിസിറ്റ് ചെയ്തപ്പോൾ കളക്ട് ചെയ്ത പൈസയാണിത്. ഇത് 2000. ഇത് 2000 2000-ൽ ഞാൻ ഇറാൻ വിസിറ്റ് ചെയ്തപ്പോൾ അന്ന് അവിടെ യൂസ് ചെയ്ത പൈസ. അപ്പോൾ ഒരു കളക്ഷൻ എന്ന നിലയിൽ ഞാൻ അന്ന് എടുത്തുള്ളൂ. ഇത് 100 ഫിൽസാണ്. സെൻട്രൽ ബാങ്ക് ഓഫ് ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ, 100 റിയാൽസ്. ഇതാണ് സംഗതി. ഇതിപ്പോൾ 500 റിയാൽ. ഇതിൻ്റെ മറുവശം ഇറാനിൽ നമ്മൾ എയർപോർട്ടിലേക്ക് ഇരിക്കുമ്പം കിഴിയിലാക്കിയിട്ടാണ് അവർ കാശുമായിട്ട് വരുന്നത്. അത് ആ കാഴ്ച വളരെ രസകരമാണ്. നമ്മൾ ഈ പണ്ടത്തെ അലക്കുകാരി തുണിയൊക്കെ ചേർത്ത് വെച്ച് കെട്ടിട്ടുണ്ടല്ലോ, ആ ഒരു സ്റ്റൈലിൽ ഇവർ ഇങ്ങനെ വലിയ കിഴിക്കെട്ടുമായിട്ടാണ് എയർപോർട്ടിലൊക്കെ ഇരിക്കുന്നത് ഒരു രസമാണ്. നമ്മളിങ്ങനെ കുത്തിയിരിക്കും. ഈ പഴയ സ്റ്റൈലുണ്ടല്ലോ കുത്തിയിരിക്കുന്ന ആ ഒരു രീതിയിലേക്കാണ് അവർ ഇങ്ങനെ കിഴിക്കെട്ടുമായിട്ട് ഇങ്ങനെ എയർപോർട്ടിൽ ഇരുന്ന രസകരമായ കാഴ്ചയിൽ നിന്നും ഓർമ്മയിൽ നിൽക്കുന്നു. ഇത് അന്ന് നമ്മൾ ഒരു ടാക്സി ഒരു ടൂറിസ്റ്റ് ഗൈഡ് ഉണ്ടായിരുന്നു. പുള്ളിയുടെ പേര് അബ്ദുൽ വഹാബ് എന്നാണ്. അപ്പോൾ പുള്ളിയായിരുന്നു അന്ന് ആ ഐലൻഡ് മുഴുവൻ നമ്മൾ ചുറ്റി കാണിച്ചത്. ടോള കാശ്മീർ ഐലൻഡിൽ ഇറാൻ. പുള്ളി നല്ലൊരു സഹൃദയനാണ്. ഭയങ്കര സൈക്കിൾ പ്രേമിയൊക്കെ ആയിരുന്നു. ഈ ഇതിലെ സൈക്കിൾ സ്പോർട്സിലൊക്കെ മിടുക്കനാണ്. അപ്പോൾ അന്ന് പരിചയപ്പെട്ടതിൻ്റെ ഓർമ്മ ഞാൻ ഇപ്പോഴും സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ പുള്ളിയുടെ നമ്പറാണത്. ടോളൈൻ. അപ്പോൾ ഇതാണ് ഇറാനിലെ വിശേഷങ്ങൾ. പക്ഷേ നമ്മുടെ മറ്റൊരു സബ്ജക്റ്റ് ഉണ്ട്. ഈ ഇറാൻ ഇസ്രയേൽ യുദ്ധത്തിൻ്റെ കാരണമെന്ത് എന്ന ചോദ്യത്തിന് ഉത്തരം തരണ്ടേ? അതൊരു വലിയ സബ്ജക്റ്റാണ്. ഞാനത് പാർട്ട് 1 പാർട്ട് 2 അങ്ങനെ പല ഭാഗങ്ങളായിട്ട് ഞാനിങ്ങനെ അതിനെ ഡിഫൈൻ ചെയ്യാം. ഈ കണ്ടെയ്നേഴ്സ് ആയിട്ട് പറയുമ്പോൾ പ്രേക്ഷകർക്ക് ബോറടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നാലും അത് ഹിൻഡ് ഇട്ട് വയ്ക്കാം. കാരണം ഇത്രയേ ഉള്ളൂ, ഈ ഒരു മതത്തിൻ്റെ ഭിന്നിപ്പ് തന്നെയാണ് അവിടെ. ജൂതന്മാർ വിശ്വസിച്ചിരുന്നത്
അവരുടെ മഷിഹ, അന്ത്യകാലത്ത് അവരുടെ മഷിഹ വരണമെന്നാണ്. അവർ ആ മഷിഹയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. എന്നാൽ ക്രിസ്ത്യാനികൾ ജൂതന്മാരിൽ നിന്ന് ഉത്ഭവിച്ച യേശു ക്രിസ്തു പറയുകയുണ്ടായി, ഞാനാണ് ആ മഷിഹ എന്ന് പറയുകയും അത് യേശുവിനെ അവർ അവിശ്വസിക്കുകയും അദ്ദേഹത്തെ തൂക്കിലേറ്റുകയും യേശു ദൈവപുത്രൻ അവകാശപ്പെട്ടപ്പോൾ അത് അദ്ദേഹം ദൈവനിന്ദയാണ് പറഞ്ഞതെന്ന് ക്രൂശിൽ തറച്ചു കൊല്ലുകയും ചെയ്തു. അപ്പോൾ അദ്ദേഹത്തെ ഒരു കള്ളപ്രവാചകനായി കണ്ടു. ഒപ്പം അതിനുശേഷം വന്നതാണ് മുഹമ്മദ്. അതായത് ക്രിസ്ത്യാനിറ്റിക്ക് ശേഷം മുഹമ്മദ് പറഞ്ഞു അദ്ദേഹമാണ് അന്ത്യപ്രവാചകനെന്ന് അവകാശപ്പെട്ടു വരികയും ചെയ്തു. അതായത് ഈ ഒരു അപ്പൻ്റെ മക്കളുടെ മക്കൾ തമ്മിലുള്ള ട്വിസ്റ്റിൻ്റെ പ്രധാന കാരണം ഇതാണ്. മോശയുടെ അനുയായികളായ ജൂതന്മാർ ഇന്നും അവരുടെ മശീഹിക്ക് വേണ്ടി കാത്തിരിക്കുന്നു. ഈ ക്രിസ്ത്യാനികൾ അവരുടെ യേശു വന്നു അവരുടെ രണ്ടാം വരവിനായി കാത്തിരിക്കുന്നു. മുസ്ലിങ്ങൾ ഈസാ നബി, അതായത് യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവിനായി അവനും കാത്തിരിക്കുകയാണ് എന്നതാണ്. അപ്പോൾ ജൂതനെ സംബന്ധിച്ച് അവരുടെ മശീഹ വന്നിട്ടില്ല, വരണം. ബാക്കി ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും, അതായത് യേശു ക്രിസ്തു മുഹമ്മദും പറഞ്ഞത് അവർക്ക് യാതൊരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല. അവർക്ക് അവരുടെ ദൈവാലയം നഷ്ടപ്പെട്ടു, ചിതറിപ്പോയിട്ട് കാലങ്ങളായി അവർക്കൊരു ദൈവാലയമില്ല. അവർക്കൊരു ദൈവാലയം പണിയണം. അതിന് പണിയേണ്ട സ്ഥലമെന്ന് പറയുന്നത് അൽ അക്സ പള്ളിയോട് അടുത്തിരിക്കുന്ന സ്ഥലത്താണ് അവർക്ക് ആ ഒരു സിനഗോഗ് പണിയേണ്ടത്. അതിന് തടസ്സം അറബ് കൺട്രീസാണ്. കാരണം ഈ പറയുന്ന അൽ അക്സ പള്ളിയുടെ ഒരു ഭാഗത്തായിട്ട് വേണം ഈ സിനഗോഗ് പണിയാൻ അവരുടെ കണക്കനുസരിച്ച്. അങ്ങനെ ആ പള്ളി പൊളിക്കണമെങ്കിൽ റിസ്ക്കാണ്. കാരണം അതൊരു വലിയ യുദ്ധത്തിൽ കലാശിക്കാം. ചുറ്റും അറബ് കൺട്രീസാണ്. ഈ കഥകളെല്ലാം ഓരോരുത്തർക്കും നല്ല കൃത്യമായിട്ട് അറിയാം. ഇവർ പരസ്പരം ബന്ധുക്കളാണെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അവരുടെ ഒരു ആരാധനാലയം നമ്മുടെ കൊച്ചിയിലുണ്ട്. അപ്പോൾ അതും ഈയിടയ്ക്ക് പൊട്ടിപ്പൊളിഞ്ഞു. അപ്പോൾ ലോകത്ത് അവർക്കൊരു ആരാധനാ കേന്ദ്രം ഇല്ല, ഒരു സിനഗോഗ് ഇല്ല. മാത്രമല്ല ഇസ്രയേലിലാണ് അവരുടെ ജെറുസലേമിൽ, ഇസ്രയേലിൽ അവർക്ക് ഈ പറഞ്ഞ, അതായത് അൽ-അക്സയുടെ ആ പ്രത്യേക സ്ഥലത്ത് തന്നെയാണ് അവർക്ക് ആരാധനാലയം പണിയേണ്ടതും. ഒപ്പം അവരുടെ മശിഹ ഇറങ്ങുന്നതും ഈ പ്രത്യേക സ്ഥലത്താണ്. ഈ ചുറ്റുവട്ടത്തുള്ള ഈ ഇസ്രയേലിൻ്റെ ഭാഗങ്ങളിൽ ആണ്, സിനായ് മലയിലാണ് അവരുടെ മശിഹ അവതരിക്കേണ്ടത്. ഇത് തമ്മിൽ ഒരുപാട് ട്വിസ്റ്റ് ഉണ്ട്. ഇതിപ്പം ഒരു ജൂത ക്രിസ്തീയ മുസ്ലിം ഡിബേറ്റ് ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുന്നു. എല്ലാവരും എക്സ്പെക്ട് ചെയ്തത് ഈ ഒരു മഷിഹായ്ക്ക് വേണ്ടി, ക്രിസ്ത്യാനികൾ യേശുവിൻ്റെ രണ്ടാം വരവ് പ്രതീക്ഷിക്കുന്നു, ഒപ്പം മുസ്ലിങ്ങളും ഈസാ നബിയുടെ രണ്ടാം പ്രതീക്ഷിക്കുന്നു. പക്ഷേ ജൂതന്മാർ അവരുടെ മഷിഹയ്ക്ക് വേണ്ടി, ഒറിജിനൽ മഷിഹയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നു എന്നാണ് പറയുന്നത്. ഇതാണ് ഈ യുദ്ധത്തിൻ്റെ പ്രധാന കാരണം. മറ്റാരെയും വിശ്വസിക്കാൻ അവർ തയ്യാറല്ല ജൂതന്മാർക്ക് അവരുടെ ആലയം പണിയണം. ഒപ്പം അവരുടെ മഷിഹായ്ക്ക് വേണ്ടി ഉള്ള കാത്തിരിപ്പ് കൂടിയാണ്. യാതൊരു കാരണവശാലും ജൂതൻ അവരുടെ വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിക്കുന്ന വിഷയമില്ല. അവർ ആ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്നവരാണ്. പ്രത്യേകിച്ച് പറയുന്നത് ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനമാണ് ഇസ്രയേൽ എന്ന് അവകാശപ്പെടുന്നവരാണ് ഈ ഒറിജിനൽ ജൂതന്മാർ. അപ്പോൾ ജൂതന്മാരുടെയും ഇറാനികളുടെയും ഇസ്രയേലിൻ്റെയും പുതിയ വിശേഷങ്ങൾ അടുത്ത ഭാഗങ്ങളിൽ പാട്ടായിട്ട് ഞാൻ തരാം. തൽക്കാലം ഞാൻ ഹിന്റ് തന്നിട്ടുണ്ട്. ഈ യുദ്ധം ഒരിക്കലും അവസാനിക്കാൻ പോകുന്നില്ല എന്നതാണ് ഈ യാഥാർത്ഥ്യം.